ഹായ് ഫ്രണ്ട്സ്, പലർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ് വിവോ IQOO Z6pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. വിവോ T1 Pro രണ്ട് ഫോണും സെയിം ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബോക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ IQOO Z6pro അഥവാ വിവോ T1 Pro ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഫോണാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോൺ പുതിയൊരു മോഡലൊന്നുമല്ല ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 മാസമായിട്ടുണ്ട്. ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ പേഴ്സണലി ഇപ്പോൾ വീഡിയോ അൺബോക്സിംഗ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഇപ്പോൾ 20,000 രൂപയ്ക്ക് കിട്ടും. Z6pro എന്ന് പറയുന്നത് ഈ മോഡൽ എന്ന് പറയുന്നത് ആമസോൺ എക്സ്ക്ലൂസീവ് ആണ്. മറ്റേ T1 Pro എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആണെന്ന് മാത്രം. ഷോപ്പുകളിൽ പോയി കിട്ടില്ല, ഓൺലൈൻ മോഡലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ പിന്നെ അതുപോലെ ഫിനാൻസിൻ്റെ സെറ്റപ്പും അതുപോലെ ഫിനാൻസ് ബജാജ് ഫിനാൻസ് പോലുള്ള ഫിനാൻസിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 20,000 രൂപ പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടുന്നതിൽ നല്ലൊരു അടിപൊളി ഫോണാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങളൊരു റിയൽമി 9 Pro Plus ഒക്കെ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതും കൂടി പരിഗണിക്കാം. നല്ല 5G ഫോണാണ്. അപ്പോൾ ഒരു 20,000 രൂപ കിട്ടുന്നതിൽ നല്ലൊരു ഫോൺ എന്ന് പറയാം. നല്ല ഡിസ്പ്ലേ, നല്ല ക്യാമറ, നല്ല ബാറ്ററി, നല്ല ഫാസ്റ്റ് ചാർജിങ്, നല്ല സെൽഫി ക്യാമറ ഒക്കെയുള്ള നല്ലൊരു ഫോണാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ സർവീസ് സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ വിവോൻ്റെ സബ് ബ്രാൻഡ് ആയ കാരണം കേരളത്തിലുള്ള എല്ലാ വിവോയുടെ സർവീസ് സെൻറ്ററിൽ പോയാലും നമുക്കിന് വാറൻറ്റിയും അവർ സർവീസും കിട്ടും. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് കൂടുതലും ഞാൻ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ കണ്ടത്. അപ്പോൾ ഈ കളർ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഈ കളർ കിട്ടിയപ്പോൾ ഒരു അൺബോക്സിംഗ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോണിൻ്റെ പെട്ടി പൊട്ടിച്ച് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫോണാണ്. ഈ ഫോണിൻ്റെ പെട്ടി പൊട്ടിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട്, ഈ ഫോണിൻ്റെ ഓരോ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം. ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഞാൻ നിർബന്ധിക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് പരിഗണിക്കാം കേട്ടോ. നമുക്ക് ഡയറക്റ്റായിട്ട് അൺബോക്സിലേക്ക് കിടക്കാം. ഈ ഫോൺ നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണകത്തില്ല. ഒരു എല്ലാ ഫോണകത്തും വരുന്നില്ല. 3.5mm ഓഡിയോ ജാക്ക് ഇല്ല എന്നുള്ളൊരു നെഗറ്റീവായിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതും ഒരു നെഗറ്റീവായിട്ട് പറയാം. ബാക്കി ഒരു വിധം എല്ലാം നല്ലതാണ്. നമുക്ക് എന്തായാലും ഫോണിൻ്റെ അൺബോക്സ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പരിശോധിക്കാം കേട്ടോ. അത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. ഇതാണ് IQOO Z6pro എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബോക്സ് സാധാരണ IQOOൻ്റെ ഫോണുകൾ കാണുന്ന രീതിയിലുള്ള ഒരു സെയിം ബോക്സ് വരുന്നുണ്ട്. ഇവിടെ ബ്രാൻഡിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ് ഒക്കെ ഉള്ള ബോക്സ്, നല്ല കട്ടുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ബോക്സാണ് കേട്ടോ. ബാക്ക് സൈഡിൽ ഇവിടെ IQOO എന്ന് എഴുതിയിട്ടുണ്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ 8GB റാം 128GB സ്റ്റോറേജ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, പിന്നെ ഫോണിൻ്റെ ബോക്സിന് എന്തൊക്കെയുണ്ട്, പിന്നെ IMEI നമ്പർ, കാര്യങ്ങൾ, മോഡൽ നെയിം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഫോണിൻ്റെ ബോക്സും എഴുതിയിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, ബോക്സ് കാലിയാണ്. അപ്പോൾ ഇന്ന് പെട്ടി ഇങ്ങനെ പൊട്ടിക്കാം. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അതൊക്കെ മാറ്റി വയ്ക്കാം. ഇവിടെ IMEI നമ്പറിൻ്റെ സ്റ്റിക്കർ വരുന്നുണ്ട്, അത് വേണ്ട. അതിനകത്ത് നോക്കുമ്പോൾ ഒരു ബാക്ക് പൗച്ച് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധാരണ ഫോണൊക്കെ വാങ്ങിക്കാൻ പറ്റില്ലേ, അതുപോലത്തെ നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക് പൗച്ച്. ഇത് മാക്സിമം 1 മാസം, അത് കഴിഞ്ഞാൽ മഞ്ഞ കളറാവും. അപ്പോൾ തൽക്കാലം ഫോൺ വാങ്ങിച്ച സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. വേറെ നല്ലൊരു പൗച്ച് വാങ്ങിച്ചിടുന്നത് നല്ലത് കേട്ടോ. ഇതുകൊണ്ട് വലിയ പ്രൊട്ടക്ഷനൊന്നുമില്ല. എന്നാലും നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള ബാക്ക് പൗച്ച് കൊടുക്കുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇല്ല. Type-C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. സിം എജക്റ്റിംഗ് ടൂൾ വരുന്നുണ്ട്. Type-C to 3.5mm ഓഡിയോ ജാക്കിൻ്റെ കണക്ടറൊന്നും വരുന്നില്ല കേട്ടോ. സാധാരണ കൊടുക്കാറുണ്ട് വിവോൻ്റെ ഫോണുകളുടെ കൂടെ. പിന്നെ ഇവിടെ ഇതാണ് ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ വിവോ ഫ്ലാഷ് ചാർജ് നമുക്ക് എന്നോട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ടോ. ഒന്ന് സിം എജക്റ്റിംഗ് ടൂൾ, പിന്നെ അതുപോലെ Type-C ചാർജിങ് കേബിൾ, പിന്നെ ചാർജർ, പിന്നെ ബാക്ക് പൗച്ച്, ഇത്ര ഐറ്റംസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഇതാണ് IQOO Z6pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ, നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ല കട്ടിയുള്ളൊരു നല്ലൊരു സോളിഡ് ആയിട്ടുള്ളൊരു ഫോണായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കിത് അറിയാൻ പറ്റുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഒറ്റനോട്ടത്തിൽ ഗ്ലാസ് ആണെന്ന് തോന്നും, എന്നാലും പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പക്ഷേ നല്ല ടഫാണ്, നല്ല ഫിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ക്യാമറയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഏകദേശം പകുതിയുടെ മുകളിലേക്ക് തൊട്ട് ഈ ക്യാമറ മോഡുകൾ വരുന്നുണ്ട്. സെൻസർ ഇതിനുള്ളിലാണ് വരുന്നത്. മെയിൻ സെൻസർ ഈ റൗണ്ടിനുള്ളിലാണ് 2 ക്യാമറകൾ വരുന്നത്. അങ്ങനെ മൊത്തം 3 ക്യാമറ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഇത് നല്ല രീതിയിൽ പുറത്തേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. സംഭവം ഈ ബാക്ക് പൗച്ച് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ കൂടി കുറച്ചുകൂടി നല്ലൊരു കവർ ഇടുന്നതാണ് നല്ലത്. കാരണം വലിയ ലെൻസൊക്കെ ആയിരുന്നു, വലിയൊരു റൗണ്ടൊക്കെ ആയ കാരണം നിലത്ത് കൊണ്ട് കഴിഞ്ഞാൽ പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. സ്ക്രാച്ച് വരില്ല. പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഡിസൈനൊക്കെ നല്ലൊരു രസമുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ആരായാലും നോക്കി പോകുന്നൊരു ഡിസൈൻ തന്നെ വരുന്നുണ്ട്. കൈനകത്തൊക്കെ നല്ല രീതിയിൽ ഒതുക്കി പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെ വരുന്നത്. സൈഡ് ഇങ്ങനെ കർവ്ഡാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് വേദന ഒന്നും എടുക്കില്ല. കുറേ നേരം ഉപയോഗിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും കൊള്ളാം. ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ IQOO ബ്രാൻഡ് നെയിം വരുന്നുണ്ട്. നോക്കുമ്പോൾ ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. ഇത് സ്ക്രീൻ ഫിംഗറാണ് ഫോൺ വരുന്നത്. അപ്പോൾ സൈഡിലുള്ള ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. മുകളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. താഴെ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ, Type-C ചാർജിങ് പോർട്ട്,
പിന്നെ സിം കാർഡ് ഹോൾഡർ വരുന്നുണ്ട്. സിമ്മ് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 2 സിം കാർഡ് ഇടാൻ പറ്റും, മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല കേട്ടോ. അതും ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. ഓൾറെഡി 128 GB സ്റ്റോറേജ് ഉണ്ട്, എന്നാലും മെമ്മറി കാർഡൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ് ഇടാൻ പറ്റില്ല എന്ന് പറയാം. അതിനിപ്പോൾ വരുന്ന ഒരു എല്ലാ ഫോണിനകത്തും ഈ മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഇനി ഈ ഫോൺ ഓൺ ആക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. ഞാൻ ബ്രൈറ്റ്നസ് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് പറയുന്നത് 1300 നെറ്റ്സാണ്. നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഫോണാണ്. അത് കണ്ണിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. നല്ല ഇരുട്ടത്തൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ണടിച്ച് പോകും, അത്ര ബ്രൈറ്റ്നസ് ഉള്ള ഫോണാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ബ്രൈറ്റ്നസ് ഞാനിപ്പോൾ ഏറ്റവും കുറച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഫോണിലാണ്, കുറച്ചുകൂടി കുറയ്ക്കാം. വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ നല്ല രീതിയിൽ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. 90% റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, കിടന്നിങ്ങനെ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. താഴത്ത് കുറച്ച് വലിയ ബസ്സിൽ വരുന്നുണ്ട്, സൈഡൊക്കെ വളരെ ചെറുതാണ്. പക്ഷേ ഈ നോച്ച് സാധാരണ വിവോൻ്റെ ഫോണിനകത്ത് കാണുന്നതിനേക്കാളും വലിയ നോച്ചാണ് കൊടുത്തുള്ളത്. വലിയൊരു ക്യാമറ സെൻസറാണ് വരുന്നുണ്ടോ, അത്യാവശ്യം നല്ലൊരു സെൽഫി ഔട്ട്പുട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ക്യാമറ നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ കുറച്ച് വലിയ നോച്ചാണ് വരുന്നത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. സാധാരണ നോച്ച് പോലെയല്ല, സാധാരണ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള നോച്ച് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. ഇതിനകത്ത് ബ്ലോട്ട് വേഴ്സ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 13 ആപ്സ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ പറഞ്ഞ പോലെ ഞെക്കി പിടിക്കുക, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ അകത്ത് നോക്കുമ്പോൾ നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത്, Amoled ആണ് വരുന്നത്, ഫുൾ HD+ വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി HD 10+ സപ്പോർട്ട് വരുന്നുണ്ട്. നല്ല ബ്രൈറ്റ്നസോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ നോച്ച് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നോച്ചുള്ള ഒരു ഫോൺ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു കേസാണ് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. ഇവിടെ അബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ IQOO Z6pro എന്ന് കൊടുത്തിട്ടുണ്ട്. ഫൺ ടച്ച് OS വേർഷൻ 12 ആണ്, അതുപോലെ ആൻഡ്രോയിഡ് വേർഷൻ 12 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന് തീർച്ചയായിട്ടും ആൻഡ്രോയിഡ് വേർഷൻ 13 14 അപ്ഡേറ്റ് എന്തായാലും കിട്ടുന്നുണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ Snapdragon 778 എന്ന് പറയുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് വരുന്നത്. 8 GB റാം, അതിൻ്റെ കൂടെ നമുക്ക് 4 GB റാം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തം 12 GB റാമിൽ എഫക്റ്റീവ് റാമിൽ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. 128 GB ആണ് സ്റ്റോറേജ് വരുന്നത്. അത്യാവശ്യം ഇനഫാണ്, മെമ്മറി ഇടാൻ പറ്റില്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. പെർഫോമൻസിന് ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു അബോവ് ആവറേജ് പെർഫോമൻസ് എന്തായാലും കിട്ടും. നല്ലൊരു 5G ഫോണാണ്. 5G വരുന്ന എന്തായാലും നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ 5G എന്തായാലും കിട്ടുന്നൊരു മോഡലാണ് കേട്ടോ. ഇത് ഈ ഒരു പേജ് മൊത്തം ബ്ലോട്ട് വേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേയും ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. ഇനി ക്യാമറ നോക്കാം. അവിടെ ഈ ഒരു ഭാഗം മൊത്തം ബ്ലോട്ട് വേഴ്സാണ്. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കളയാം. ബൈജൂസ് ആപ്പ്, ജോഷ്, നെറ്റ്ഫ്ലിക്സ്, ഫ്ലിപ്കാർട്ട്, സ്നാപ്ചാറ്റ് എല്ലാം ഉണ്ട്. ഇനി ക്യാമറ നോക്കാം. അപ്പോൾ ഞാൻ ബ്രൈറ്റ്നസ് കുറച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഷോപ്പിനകത്ത് ടൈം എന്ന് പറയുന്നത് സമയം 10 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ടൈമിൽ എടുക്കുന്ന, അത് ഷോപ്പിനകത്ത് ലൈറ്റിനകത്ത് എടുക്കുന്ന ഒരു ഫോട്ടോ ആണ് കാണുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോ കിട്ടുന്നത്, നല്ല ഷാർപ്പായിട്ട് നല്ല ഫോക്കസിങ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ വൈഡ് ആംഗിളിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ 2x സൂമിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, നൈറ്റ് മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ നമുക്ക് സ്റ്റെബിലൈസേഷൻ മോഡും കാര്യങ്ങളൊക്കെ കൂടെ മുകളിൽ കാണാം. അതുപോലെ നമുക്ക് 4K റെക്കോർഡിംഗ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ വരുന്ന പല ഫോണിനകത്തും 4K റെക്കോർഡിംഗ് ഇല്ല. 4K 30 FPS ഉള്ളൂ. 60ലേക്ക് ഇടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ എച്ചിലേക്ക് മാറുന്നുണ്ട്. പിന്നെ മൂവി മോഡ്, അതിങ്ങനെ സ്ക്രീൻ മൊത്തമായിട്ട് നിൽക്കുന്ന മോഡില്ലേ, മൂവി മോഡ് ആ റെസൊല്യൂഷൻ്റെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ വീഡിയോക്കകത്തും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല, നമ്മൾ കാണുന്നതിനേക്കാളും അത്യാവശ്യം നല്ല ഒരു അബോവ് ആവറേജ് ക്യാമറ ഔട്ട്പുട്ട് എന്തായാലും കിട്ടുന്നുണ്ട്, അത് ഉറപ്പാണ്. പിന്നെ ഇവിടെ 64 MP ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുന്ന മോഡ്, പനോരമ മോഡ്, ലൈവ് ഫോട്ടോ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, എയർ സ്റ്റിക്കർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മറ്റേ ഡ്യുവൽ വീഡിയോ മോഡൊക്കെ വരുന്നുണ്ടോ, അത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ഇതുപോലെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. വല്ല ടൂറോ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂസ്ഫുള്ളാണ്. ഞാൻ അത്യാവശ്യം എന്താ പറയുക, ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കാറുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യാം, അത് അങ്ങോട്ട് മാറ്റാനൊക്കെ പറ്റും നമുക്കത്. പിന്നെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അങ്ങനെ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അത് ഇതിൻ്റെ ഷേപ്പ് മാറ്റാം, സർക്കിളാക്കാം, ഹാർട്ടാക്കാം. ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ബാക്കിൽ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ എന്താ പറയുക, അൺബോക്സ് ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ ഒരു ഫേസും കൂടി കിട്ടും. അത് നല്ലൊരു കാര്യമാണല്ലേ, പരിഗണിക്കാം, നല്ലൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല 16 MP ആണ്. പക്ഷേ ഈ വലിയ ക്യാമറ ആയ കാരണം തന്നെ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് ഇത്. നോർമൽ ഫോട്ടോ, അതായത് പോർട്രേറ്റ് മോഡല്ല, സാധാ ഫോട്ടോ. അത്യാവശ്യം നല്ല
ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നൈറ്റാണ് നമ്മുടെ ഷോപ്പിനകത്ത് ലൈറ്റ് വെച്ച് എടുക്കുന്ന ഫോട്ടോ ഉണ്ടോ, ഡീറ്റെയിൽസ് ഒക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ മുഖക്കുരുവും എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നല്ല സെൽഫിയാണ്, നല്ല കുഴപ്പമില്ല. പിന്നെ ഈ ഐക്യൂവിൻ്റെ ഫോണൊക്കെ അത്യാവശ്യം ഒരു എബവ് ആവറേജ് ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്. ഇത് പോർട്രേറ്റ് മോഡാണ്, കുറച്ചും കൂടി ബ്യൂട്ടിഫിക്കേഷൻ ആയിട്ട് കണ്ട് എൻ്റെ മുഖക്കുരൊക്കെ പോയി കുറച്ചുകൂടി നിറക്ക് വെച്ച് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓയിലായിട്ടുള്ള ഫോട്ടോ കിട്ടുന്നുണ്ട്. അപ്പോൾ സെൽഫിയും അത്യാവശ്യം നല്ലൊരു സെൽഫി ക്യാമറ ഉള്ളൊരു ഫോണായിട്ടും നമുക്കിനി പരിഗണിക്കാം. ഷോപ്പ് അടച്ചിരിക്കണം കണ്ടോ, ഷട്ടറൊക്കെ അടച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ടൈം ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടെ സെൽഫി ക്യാമറയ്ക്ക് അത് പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ്, പിന്നെ വീഡിയോ മോഡ്. സെൽഫി നമുക്ക് വീഡിയോ ഫുൾ എച്ച് ഡി തന്നെ ഉള്ളൂ, ഫുൾ എച്ച് ഡി റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇവിടെയും ഈ പറയുന്ന പോലെ മൂവി മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ക്യാമറയും അത്യാവശ്യം നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ബാറ്ററി നോക്കുമ്പോൾ 4700 mAh ബാറ്ററി ഉണ്ട്. AMOLED ഡിസ്പ്ലേ കാരണം തന്നെ ഈ 4700 എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും. പിന്നെ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ഒക്കെ ആവും. എന്തായാലും 80% വരെ വേഗം 27 മിനിറ്റിലാണ് 80% വരെ കയറും. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഫോൺ നല്ലതാണ്. ഒരു 20,000 പ്രൈസ് റേഞ്ചിനകത്ത് ഇപ്പോൾ ഓഫർ സമയത്ത് 20,000 രൂപയ്ക്ക് കിട്ടുമ്പോൾ നല്ലൊരു ഫോണാണ്. സർവീസ് സപ്പോർട്ട് ഉണ്ട്, പിന്നെ ഒരു ആക്സറീസ് കിട്ടുന്നുണ്ട്. പിന്നെ ഐക്യൂൻ്റെ കാരണം ഒരു ഇപ്പോൾ ഞാൻ എൻ്റെ കെയർഫിൽ കുറേ ഫോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഐക്യൂൻ്റെ. അധികം ആരും അങ്ങനെ പറയാത്ത നല്ലൊരു ഫോണാണെന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഒന്ന്, മെമ്മറി ഇടാൻ പറ്റില്ല. നെഗറ്റീവ് അല്ല, ഇപ്പോൾ വരുന്ന ഒരു എല്ലാ ഫോണത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം, മെമ്മറി ഇടാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 3.5 ഓടി ജാക്ക് ഇല്ല എന്നുള്ളതും. ടൈപ്പ് സി ടു കൺവെർട്ടർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ടൈപ്പ് സി ഹെഡ്ഫോൺസ് ഇപ്പോൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ ഒരുവിധം എല്ലാവരും വയർലെസ് ഹെഡ്ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രസക്തി ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോണാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിഗണിക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നത്. താങ്ക്സ് എ ലോട്ട്. ബൈ ബൈ, സി യു.